ചെറിയ ചാറ്റമഴ. വെളുപ്പിന് ചെറിയൊരു മഴ ചാറിപ്പോയി. പോയി കിടക്കണം അവിടെ. നാരായണി വന്നേ, ഇനി ഒരു സൂത്രം കാണിക്കാം. ആ ചേമ്പനെ നേരത്ത് പൊക്കി നോക്കിയോളി. ആ ചേമ്പനെ ഒന്ന് പൊക്കിക്കേ. രണ്ടും പൊക്ക്. ഒരു ചേമ്പലാണ് പൊക്കുന്നത്. ആരാ കുളത്തിൽ കിടന്ന രാവിലെ വെള്ളം കുറഞ്ഞിട്ടാവും വെളി സൈഡിൽ വന്നിങ്ങനെ കിടക്കുന്നത്. അപ്പം ഞാൻ അവനെ പൊക്കി. പക്ഷെ ഇപ്പം എന്നാ എന്നാ ആയനാ പോയി. മാത്രം തുണി വെച്ചേ. ആ തുണി എവിടെ പോയല്ലോ. അതല്ല, ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. ഈ കുളത്തിനകത്ത് വെള്ളം കുറഞ്ഞു. അപ്പോൾ അതിനകത്ത് കുറച്ച് മീൻ കിടപ്പുണ്ട്. ഗൗറിനൊക്കെ അതിനെ എല്ലാത്തിനും പിടിച്ചെന്ന്. എന്നിട്ട് പയ്യെ അപ്പുറത്തെ കുളത്തിൽ ഇട്ടാലോ എന്നൊരാലോചനയാണ്. ഇല്ല. ക്യാമറ കൊണ്ട് നമ്മളെ കുറച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഈ സെയിം ഡയലോഗ് ഇന്നലെ ചോദിച്ചത് ഞാൻ പറയുകയും ചെയ്തു. അതുപോലെ മാറ്റി വെച്ച്, അത് സത്യമായിട്ട് മാറ്റി വെച്ച് ഇനി വർഷത്തിൽ കൊണ്ട് 12 പണിയുള്ളതൊക്കെ പറയുന്ന കേട്ട്. എങ്ങനെ കേട്ടു ഇവിടെ ഇരുന്ന് പറയുന്നത്? അവിടെ അല്ല, ഇവിടെ നിൽക്കുന്നത്. അതിന് നല്ല വ്യൂ ഉണ്ട്. ഇടയ്ക്കൊരു ചിങ്കാരി ഇതോ നമുക്ക് തോട്ടത്തിൽ പോകാൻ. പിന്നെ തോട്ടത്തിൽ മൊത്തം കൊതുക വച്ചേ. ഇവിടെ മതി. എന്നെ കളിയാക്കല്ലേ. ഇടിയല്ലേ? ആ ഇടി. ഇടി വലിയ ബലമൊന്നുമില്ല അതിന്. യൂട്യൂബിൽ നോക്കി വോയിസ് എടുക്കാം. ഓക്കെ.
പാടിക്കോ. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിങ്ങല്ലോ, വാശിയവനേറെയുണ്ടല്ലോ, മിശ ബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താകൃതത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താകൃതത്താതെ. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിങ്ങല്ലോ, വാശിയവനേറെയുണ്ടല്ലോ, ദിശ ബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താകൃതത്താതെ, മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകൃതത്താതെ. അങ്ങനെയല്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ, വളർന്നടുക്കേമനായില്ലേ, വിരുദ്ധൻ യോഗ്യനായില്ലേ. എങ്കിലും വെണ്ണ കക്കലും ചേല കക്കലും നിന്തൊഴിലേ താകൃതത്താതെ, വെണ്ണ കക്കലും ചേല കക്കലും നിന്തൊഴിലേ താകൃതത്താതെ. അങ്ങനെയല്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ, വളർന്നൊരു കേമനായില്ലേ, വിരുദ്ധൻ യോഗ്യനായില്ലേ. എങ്കിലും വെണ്ണ കക്കലും ചേല കക്കലും നിന്തൊഴിലേ താതതത്താതെ, വെണ്ണ കക്കലും ചേല കക്കലും നിന്തൊഴിലേ താകൃതത്താതെ. കൃഷ്ണ നീ എവിടെ, നീയൊരു സൂത്രം കാട്ടിയില്ലേ, നിന്നെ അവർ തല്ലി വിട്ടില്ലേ, നിനക്കേറെ കോപം വന്നില്ലേ, അമ്മാവനെ നീ വധിച്ചില്ലേ. എങ്കിലും ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താകൃതത്താതെ, ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ മതി മതി മതി. നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയറ്റിലും മഞ്ഞുള്ള രാത്രി, നിന്റെ ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി, കരിമിഴിയുള്ള കളവാണിക്കാർ കൂന്തൽ കണ്ടപ്പോ കന്തൊന്നു ഉടക്കി, ചിരിക്കല്ല പെണ്ണെ കല്യാണി നിന്റെ മാനത്തെ പുള്ളിയിൽ എന്നെ കുടുക്കി. കണ്ണിലെ നിറം കണ്ട് കയ്യിലെ വള കണ്ട് കാലിലെ കൊലുസിട്ട് എന്നെ നോക്കി, അരകിലെ എറിഞ്ഞാണ് മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങളാണ് പൊട്ടി ഒഴുക്കുമ്പോൾ, നോക്കല്ലേ നീ ഒരുത്തി നോട്ടത്തിൽ മൺകൊണ്ട് ചെങ്കുന്നു പിടയ്ക്കണ, നോക്കല്ലേ നീ ഒരുത്തി. മതി മതി മതി. ക്രിസ്മസോ ഇനി അടുത്ത വിഷു അല്ലേ വരുന്നത്? വിഷു, ഓണം, ക്രിസ്മസ്, സ്കൂൾ പരിപാടി, സ്കൂൾ ആനിവേഴ്സറി, അത് അല്ല പിന്നെ ഉള്ളത് ഈ അമ്പലത്തിലെ കുറച്ച് പരിപാടികളൊക്കെ. പോയിട്ട് വരാം കേട്ടോ, മാത്രം പോയിട്ട് വരാൻ ഞാൻ വന്നപ്പോ എനിക്ക് ഉമ്മ കയ്യില് അവിടെ വീട്ടിൽ പോകുന്നു. അവിടെ വീട്ടിൽ ചോറുണ്ടോ? ഞാനോ അത് അമ്മ ഉണ്ടായിക്കോ ഇറച്ചി മീന് മേടിക്കാൻ പോലുണ്ടോ വരെ കൊണ്ടുവിടേ അവളെ, കൊണ്ടുവിടടി അവളെ. അതെ ഇവിടെ വരെ കഷ്ടപ്പെട്ടേ ഓടി വന്നാൽ, ഇവിടെ വരെ കഷ്ടപ്പെടാൻ നിന്റെ സാധനം എടുത്ത ഓടി വന്നാല്. മുടി അവൾക്ക് എന്തായാലും മുടി ഉണ്ടായിരുന്നു, അവക്കൊരു ഇത്ര കണ്ടുണ്ടായിരുന്നു. പല്ല കമ്പി വളഞ്ഞോ? കമ്പി പൊട്ടിപ്പോയി സ്കൂളിൽ കേക്ക് കഴിച്ചോണ്ടിരുന്നപ്പോ. കേക്ക് കഴിച്ചാൽ കമ്പി പൊട്ടുന്നേ? 4 ഒരുമിച്ച് വെച്ച്. അതിന് വില എല്ല് കടിച്ചാലല്ലേ ഉള്ളു ഇറച്ചിയൊക്കെ. പൊട്ടിപ്പോ 500 രൂപ കൊടുത്തത് മേടിക്കണം. ഈ ക്യാമറ ഉള്ളതാണോ? അല്ല. അതെ ആണോ? ക്യാമറ ഉള്ളതല്ലേ? ക്യാമറ ഉള്ളതാ. ആ ക്യാമറ. വാ വാ ഇവിടെ വരെ ഉള്ളേ. ഇങ്ങനെ യാത്ര അയക്കുന്നു. ഡാഡി എന്ത് ചെയ്യും? ഡാഡി എന്നെ പണ്ടത് എവിടെ? നമുക്ക് നിർമ്മാണത്തിൽ കയറി കാട്ടിലതൊക്കെ ഇരിക്കത്തുള്ളൂ. ഡാഡി ഗിരിജ ഇവിടെ കടപ്പല്ല. നല്ല റൂമാണല്ലോ, വാടക എടുത്തില്ലായിരുന്നു. ഓ ടെക്നോളജിയായേ. ഈ തലക്കത്തൊക്കെ ഇത്ര ഉണ്ടായിരുന്നോ? ഞാനൊരു മൂടി മാത്രമേ ഉള്ളത്. ഉണ്ടാ
ഇല്ല ആ ഉണ്ട് നീ ഉണ്ടടി. ഉണ്ട് ഉണ്ടടി ചെറുതൊക്കെ ഉണ്ട്. എനിക്ക് 2 മീനെ തരാവോ? നീ വിളിച്ച് പറഞ്ഞാൽ മതി വരുന്നുണ്ടല്ലോ. ഓക്കേ കേട്ടോ. ആ പിടിച്ചു വെക്കാണ് ഞാൻ വിളിക്കുമ്പോഴേ. അവിടെ 1-ാം തീയതി വരണേ. ആ 31-ാം തീയതി ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ട് കൈകൊട്ടുകളി. അതിനുള്ള ഡ്രസ് എടുക്കാനാണ് ഞാൻ വന്നത്. കൈകൊട്ടുകളിയോ? ആ വരണേ, തലേ ദിവസം വരണേ. ആ ഉണ്ടല്ലോ. ആ എല്ലാവരും ഇവിടെ വിടാവോ? ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വന്നാ ഇതായിട്ട് വിളിക്കാൻ. രാത്രിയിലോ? രാവിലെ. അതിനകത്ത് തന്നെ മീനുണ്ട്, സൂക്ഷിക്കണേ. കഴിഞ്ഞ ദിവസം ഒരു മൂർഖനെ കണ്ടു. ഇവിടെ അടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങോട്ടും. എത്ര നാളായല്ലേ ഇത്? കുറേ നാളായി. പോവാണേ. സമയമില്ലാത്തോണ്ടാണ് ഞാൻ അത്ര നിർത്തി വെച്ച് പോകുന്നത്. അപ്പോൾ അമ്മാരുടെ ആ ഒരു കയറി നിൽക്കുന്നു. ഇവരിറങ്ങുന്ന ഒരു നീ എവിടെ പോവാടി അവളൂടെ? നാരായണിയും ജയം കൂടെ അവൾ അയൽക്കൂട്ടത്തിന് പോകണം. ഇവളെവിടെ പോകുന്നതാണോ? രാവിലെ മഴ ചാറിയെങ്കിലും നല്ല വെയിലായിരുന്നു. നാരായണൻ വരാൻ സമയമായിട്ട് വന്നില്ലല്ലോ. നീ താമസേ ഇപ്പോഴാണ് അവള് പോയത്? 4:30 ആയല്ലോ. 4 മണിക്ക് കണ്ടല്ലേ? ഇവളല്ലേ ഡ്രസ്സ് മാറാൻ നടക്കുന്നേ? നാരായണി ചേട്ടാ എന്നെ കുളിക്കാൻ നടക്കുന്നേ? മീനെ പിടിച്ചിട്ടുണ്ട്. മീനെ പിടിച്ചോണ്ടാണ് കുളിക്കാത്തെ? വെള്ളമെല്ലാം അടിച്ച് തെറിപ്പിക്കുന്നത്. എന്തൊക്കെ പറയാനുണ്ട്. മീനെ ഡ്രസ്സ് മാറാൻ നടക്കുന്നേ? അവള് പോവാന്ന്. കൊച്ചെന്തിയന്റെ നീ എന്നെ ഈ മാല ഇട്ട് നടക്കുന്നേ? സ്കൂളിൽ കുഴപ്പമില്ലേ മാല? വിനോച്ചേട്ടൻ ഇതേ പാലില്ല. നാളെ അമ്മ മരിച്ചത് ആരറിഞ്ഞ? പാല് മേടിക്കുന്നിടത്തെ അമ്മ മരിച്ചു. അവിടെ ഫ്രീസർ ഇരിക്കുന്നത്. ഫ്രീസർ എന്നല്ലേ എന്ന് പറയാറ്? അവിടെ ആദ്യം നോക്കുമ്പോൾ ഞാൻ ഓർത്ത ചേട്ടൻ 1 വർഷമായിരുന്നു. പിന്നെ ഒരു 41 അല്ല, സഞ്ജയനും അല്ല, 16 അല്ല, 41 അല്ല. 1 വർഷമായതാണെന്ന് ഫ്രിഡ്ജ് മേടിച്ചത്. അല്ല അത് ഞാൻ കണ്ടില്ല. അത് കുറച്ചുകൂടെ അത് ദൂരാതെ ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ ആലോചിച്ചേ. പിന്നെ നോക്കുമ്പോൾ അതേ ഫ്രീസർ ഉണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി
സാധനം അമ്മ പോയെന്ന്. എന്ത് പോക്കാ പോയേ? അയ്യോ പെട്ടെന്ന് പോയി. രണ്ടുപേരും 2 മാസം കാട്ടിക്കൂടെ ആണല്ലേ? നീ കാട്ടിക്കൂടെ. ആ 2 പേരും പോയി. പാവ കൊടുത്തോ? ഞാൻ പറഞ്ഞല്ലേ മറ്റേതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. മറ്റേ കളറോ? അല്ല, സെയിം സംഭവം. മറ്റേ ഇങ്ങനെ ഇതുപോലെ പൊങ്ങി നിക്കുന്ന പാവ എടുക്കാം. പക്ഷെ അത് നല്ല സോഫ്റ്റാ. ഇവളിത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഇങ്ങനെ. പക്ഷെ അവൻ ആ പാവലോട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കൊച്ചെടുത്തപ്പോ മോളെടുത്തപ്പോ ഇങ്ങനെ പാവലോട്ട് ഇങ്ങനെ നോക്കുന്നു. അമ്മ ഇപ്പോഴാണ് കാണുന്നത്. ആര് പാവയോ? അല്ല, കുഞ്ഞിനെ ഞാനിപ്പോഴും അത് ഉണ്ടായിട്ട് 28-29 വയസ്സിൽ ദിവസമില്ലായുള്ളൂ. വയസ്സ് അപ്പൊ കുളിച്ചില്ലേ അമ്മ? ശ്യാമളമ്മ എങ്ങാനും കുളിക്കാതിരിക്കണം ഇപ്പം. ഞാനെങ്ങാനും തലക്കൂര എടുത്ത് വെള്ളം കോരി വെച്ചാലേ മീൻ പിടിക്കാം. നീ വണ്ണം. പിന്നെ നീ വണ്ണം. ഇനിയിപ്പൊ ഇവിടെ ഒന്നാമതെല്ലാം കുളിച്ചിട്ടിരിക്കുക. ഇനി ഇവിടെ വെള്ളമില്ല കുളിക്കാൻ. ചേട്ടാ തന്നെ ഇരുന്നു കോരിയാച്ചാൽ മതി. തന്നെ കോരാനാ? എടിമോനെ ഇച്ചിരി വെള്ളം തന്നെ. എടിമോനെ വെള്ളം ദേഹത്ത് കൊണ്ടിപ്പോ വെച്ചതേ ഉള്ളൂ. കുപ്പിക്കകത്ത് കൊണ്ട് തന്നെ ചെയ്താൽ മതി. ഇതെല്ലാം നിർത്താവോ? ഞാനവിടെ പോട്ടെ അങ്ങോട്ട്. പോകാനാ പറഞ്ഞ പോ. തിന്നോണ്ടിരിക്കുന്നല്ലോ. രാവിലെ അതിനെ പിടിച്ചിട്ടേ കയ്യെല്ലാം മുള്ളുകൊണ്ട്. മുള്ളുകൊണ്ടെന്ന് വെച്ചാൽ നല്ല വീട്ടിലാണ്. ഇതുവരെ മാറില്ല. അതുകൊണ്ട് ഇതിനകത്തൊരു 2 കിടപ്പുണ്ട്. ബാക്കിയല്ല അവിടെ വിളിച്ചടി ശ്വാസം മുട്ടി കിടക്കുന്നുണ്ട്. തോട്ടം തെറിക്കും. പാറയും വെള്ളം എടുക്കാൻ വേണ്ടി പിടിക്കാൻ എന്നാ പാടാൻ പറയുമോ? അടിച്ച് തെറിപ്പിക്കും നമ്മളെ. അതിനെ വേണം അങ്ങോട്ട് ഇടായിരുന്നല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നിനെ പിടിച്ച് ഭയങ്കര ഭാഗം കയ്യേലിതില്ലുണ്ടല്ലോ. നല്ല മുള്ള കയറുന്നത്. ഇടാൻ പോവാം. ഓക്കെയല്ലേ? ഉണ്ണിക്കോണേ. അങ്ങനെ തന്നെ പൊക്കാല്ലേ.
വെച്ച് അല്ലേ ചേട്ടാ കളിപ്പിക്കാനിട്ടേക്കാ. എന്നെ ആദ്യം കടിക്കുന്നത് ഇവിടെ നിൽക്കും. എന്നാടാ ആ നീ ശ്യാമളൊക്കെ വന്നിട്ടുണ്ടോ? ശ്യാമളുണ്ടോ? എന്ത് അമ്മ എന്ത് കറി അകത്ത് എന്നതാ എന്നാ പണിയാ? മീനെ കുറച്ച് 2-3 കുളത്തിലോട്ട് ഇവിടെ ഇതിനകത്ത് ഇടുന്നത്. അതിനകത്ത് വെള്ളമില്ലായിരുന്നേ. അപ്പോൾ വെള്ളത്തിലോട്ട് ഇടാൻ നിർത്തായിരുന്നു. കിട്ടോ? പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നാ മീനാ അത്? ദൂരം വാ എന്നാടാ? ചുമ്പാ കയറ് കൂട്ടി കയറ് കയറ് ചുമ്പ എന്റെ പേരെ ചുമ്പായ കയറാ അതാ കൂടെ അടി കയറത് കേരളം നിർത്തുന്നതായിട്ട് പഠിപ്പിക്കണം. അത് ആ കൂടെ ഉഗ്രം കൂടാ. പിന്നെ വേണ്ട വന്നാലും തന്നെ എത്തില്ല. ഇവിടെ കിടന്നു തുമ്പ കടിക്കുന്നു അടുത്തിട്ട്. പിന്നെ ഉള്ളതാണ് ഇത് പൊടിയൊക്കെ കിടന്നിങ്ങനെ പിന്നെ മഴവെള്ളമാണ്. മീൻ അഴുക്കൊന്നുമല്ല, മീനൊക്കെ കിടക്കുന്ന. അതിനെ പിടിക്കണോ? ഇത് എങ്ങോട്ടിടാനാ? അതിനകത്ത് വെള്ളമുണ്ടോ ശരിക്കും? എനിക്ക് കിട്ടും. പിടിക്കാം. എൻ്റെ പേര് ചുമ്പായോ? വലുതാകുന്ന സൈസാണോ? വലുതാകുന്നതാണോ? ആ മുള്ളുണ്ടോ? മുള്ളു 2-3 രാവിലെ നിങ്ങൾക്കുണ്ട്. ആണോ? ആ കൈ കിട്ടത്തില്ല. അങ്ങനെ പല കിട്ടാ മറ്റേ പിന്നെ പെയിനായിട്ട് നമ്മൾ കൈ പിടിച്ചോണ്ടല്ലോ കിട്ടുന്നില്ല. എണ്ണിക്കോളെ നാരായണി എണ്ണി നാരായണി ധൈര്യമുണ്ട് പിടിക്കാൻ? ഇല്ല. വേണോ? ഇതൊക്കെ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ ഇത് 5ാമത്തെ.
ആ പായലുണ്ട് ഇപ്പം അതിനകത്ത് കിടക്കണേ. ആ മൊത്തം അത് തിന്ന് തീർക്കും. എത്ര നാളുണ്ട് വളരെ വാങ്ങി? അപ്പോൾ ഇത്രയൊക്കെ അല്ല വീടാണെങ്കിൽ ഒരു വർഷം പിടിക്കും, 2 വർഷം. ഇത് ഈ അതിനകത്ത് ചുമ്മാ ഇട്ടിരുന്നോണ്ടേ അങ്ങനെ വലുതായിട്ടില്ല. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇത്ര വേണ്ട. മീൻ വലുതാകുന്ന കട്ടള ഡാമിലുള്ള 40 കിലോ ഒക്കെയാണ്. അത് ഡാമി വളർത്തുന്ന ഇപ്പം ഗവൺമെൻറ്. പക്ഷെ അത് വേറെ കാര്യമുണ്ട്, സൈലൻ്റാണ്. കരക്ക് കിടന്ന് അവിടെ കിടന്നുള്ളൂ, അനക്കമില്ല. ഇത് കുറച്ച് നേരം അങ്ങനെയാണ്. ഞാൻ പിന്നെ ചാടിത്തരുവാണ്. 6. ആ കുറ്റിയെല്ലാം കുറെ കളയാൻ പറ്റുന്നു. ഇതേ പറഞ്ഞു കേൾക്കുന്നു. തട്ടിങ്ങനെ വേണം. ഏഴ്. ഈ കുറ്റിയൊക്കെ പറ്റി വേണം, വെള്ളത്തിൽ വീണ് ചെയ്തു. ഇങ്ങനെ ഓടുന്നത് പിടിച്ചില്ലല്ലോ. ചെറിയ വണ്ടി വെക്കില്ലേ? അടിക്കുന്ന പൊതി പോവാ ഓണോ വായില്ലല്ലേ? ഞാൻ ഓഫാക്കിയില്ല. ഓഫാക്കിയില്ലേ? ഡാൻസിന് പോകുന്നില്ലേ? വഴുക്കലല്ലേ? 10. 10. നോക്കുന്നുണ്ട് എവിടെയാണ് ഒടുങ്ങിയിരിക്കുന്നത്. കൈട്ടിളക്കി നോക്കിയതാ മതി. കൈട്ടിളക്കി അറിയത്തില്ല. നേരെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറും. ഈ ബക്കറ്റിൻ്റെ വലിപ്പം കാരണം പടയ്ക്കുമ്പോൾ അറിയാം. ബക്കറ്റിൽ നിന്ന് മുട്ടുമ്പോൾ പടയ്ക്കും. ഞാൻ അറിഞ്ഞു പോലും ഇല്ല. രാമമ്മ ഇവിടെ രാമമ്മ ഇവിടെ പറഞ്ഞോളൂല്ലോ. ഇവള് പറയുന്ന ഞാനവിടുത്തെ ഓ നമ്മുടെ വീടമ്മ ഇവിടുത്തെ പുള്ളിക്കാരി അറിഞ്ഞോ?
ഏതാ ആര് ആ ജയോ ഞങ്ങൾ 11 മണിക്ക് അവിടുന്ന് പോയെ രാത്രിയോ അറിഞ്ഞപ്പോൾ 11 കഴിഞ്ഞ് 11 അറിഞ്ഞേ 12 കണ്ടായി പോയപ്പോൾ അന്നേരം പിന്നെ ഫോട്ടോ വിളിക്കാം ഓട്ടോ വിളിച്ചില്ല ഓട്ടോ വിളിക്കുമ്പോൾ പറയുന്നത് ശ്യാമളമ്മ ഓർത്ത് പക്ഷെ ഞങ്ങൾ താഴത്ത് നിന്ന് അനീച്ചാരി വണ്ടി കൊണ്ടുപോയി ഓട്ടോ വിളിക്കാൻ വേണ്ടി ഇറങ്ങിയത് മനോജേട്ടൻ്റെ ഓട്ടോ വിളിച്ചതിന് പോകാം അപ്പം ഞങ്ങൾ അങ്ങനെ വിളിച്ചാൽ ശ്യാമളമ്മ ഓർത്ത് ഞങ്ങൾ പക്ഷേ താഴോട്ട് ചെന്നപ്പോൾ അവൻ വിളിച്ച് വണ്ടി വിളിക്കാണ് എന്നാ പരിപാടിയാ പിടിയൊന്നും വേണ്ട ആര് വീഴുന്നു എന്നാ വീഴുന്നോ ഞാൻ പോയിട്ട് വരാനിരിക്കല്ലായിരുന്നു ഞാൻ ഒന്ന് കയറിയുള്ളൂ ഞാൻ സംഘത്തിന് പോയിട്ട് അല്ല 3 എണ്ണം നിനക്ക് വേണ്ടേ എനിക്കും വേണം ഇതെന്താ ഇതൊക്കെ പപ്പടം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ വിളിച്ച് ഞാൻ പാത്രം അടിച്ചാൽ മോശമായിപ്പോ പാത്രം അടിച്ചിട്ട് പോയത് ചാക്കിനകത്ത് കിട്ടി അത് നിങ്ങളൊക്കെ തന്നെയാ എനിക്ക് ബലമായ സംശയം രാജണ്ണയാ എടുത്ത് വിറ്റായിരിക്കും അല്ലേ എന്നല്ല രാജയുടെ അടുത്ത് വിറ്റതാണേ അമേരിക്കൻ പാത്രമാണ് 7000 രൂപ ഒരെണ്ണത്തിന്. ഞാനിങ്ങോട്ട് ഞാൻ ഇതിലെ കൂടെ ഇങ്ങനെ പോന്നു എനിക്ക് താഴെ കൂടെ പോന്നു എന്റെ കൂടെ വന്ന ഇങ്ങോട്ട് ആണോ തിരിച്ചിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ ഇതിലെ കൂടെ പുള്ളിക്കാരിക്ക് കുത്തുകൾ കയറാൻ പറ്റില്ല ഞാൻ അതിലെ കൂടെ അങ്ങോട്ട് പോവാം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട് കഴിഞ്ഞ് വിനിയുണ്ട് എനിക്ക് കുന്ന് എനിക്ക് ഇതിലെ കൂടെ വരത്തില്ല അപ്പൊ ഞാൻ അവിടുത്തെ ഒരു കൊച്ചുണ്ടായിരുന്നല്ലോ മറ്റേ സുജാ ചേച്ചിയുടെ മകക്ക് അവന് അപ്പൊ ഞാൻ പറഞ്ഞു നിക്ക് ഞാൻ കൊച്ചിനെ കുറച്ച് കണ്ടിട്ട് ചേച്ചി പൊക്കോളാൻ പറയും ശരിയൊന്നും കാണുന്നേ ജയിനിയും വന്ന് ഞങ്ങളില്ലായിരുന്നല്ലോ ഇവിടെ ഉണക്കുണ്ട് ഒരു ഉണക്കുണ്ടെന്ന് ഇനി പോയാലേ ഇറങ്ങിയപ്പോഴേ ശരിയാണ് ആ അവിടെ വരാം ഓട്ടോമാറ്റിക് അല്ലേ ആ ആള് വരുമ്പോഴേ കത്തുള്ളൂ ഈ ചില്ല കണ്ണാടി തുറക്കുന്നത് നാളെ കാണുമ്പോൾ ആ അവനിന്ന് ഷാപ്പൊന്നും കൊടുത്തില്ലേ കൊടുത്തു ഇതിന്റെ എണയുണ്ടോ ഇപ്പോഴും മറ്റവൻ ഇല്ല കൊച്ചത്ത് പോയോ ഇല്ല അതിനെ വേറൊരുത്തം കൊണ്ടുപോയി ആണോ ആ ആ പോട്ടെ